വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ടും നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ താങ്ക് യു 555 എന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ താങ്ക് യു 555 എന്ന് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു 555 എന്ന് പറയാം. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം അവസാനിപ്പിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തിയും നിങ്ങളും ഒന്നിക്കാൻ സമയമായി. ഈ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് ഈ വ്യക്തിക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിർത്താനാണോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് എനർജീസ് വരും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. എന്താണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് ആണ് കാണിക്കുന്നത്. ഹാർട്ട് ബ്രേക്ക് ഇസ് ദ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഇറ്റ് വിൽ പാസ്. യെസ്, ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ വേർപിരിഞ്ഞിരിക്കുന്നവരാണ്. നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധവും ആയിക്കോട്ടെ. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത്. അതായത് ഈ പേഴ്സൺ മാനസികപരമായിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് ചെറിയ രീതിയിൽ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാകാം, ചെറിയ രീതിയിൽ വിഷമങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നിട്ടുണ്ടാകാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക്, അതായത് മാനസിക വിഷമത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ വ്യക്തി വളരെ കോൺഫിഡൻസോട് കൂടി ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകും. ഈ ബുദ്ധിമുട്ടുകൾ എന്നും എന്നെ പിന്തുടർന്ന് കൊണ്ടിരിക്കുകയില്ല. ഈ ബുദ്ധിമുട്ടുകൾ എന്നെ വിട്ട് ഒരു ദിവസം പോകും, മാറിപ്പോകും, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറിപ്പോകും. ഇപ്പോൾ നിങ്ങളുമായിട്ട് പരസ്പരം തല്ലുപിടിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ മാറും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മാറിക്കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി കിട്ടിയിട്ടുള്ളത് ദ ലീഡർഷിപ്പാണ്. അതായത് ഈ പേഴ്സൺ വിചാരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുകയാണ്, അത് തീരുമാനിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒന്നില്ലെങ്കിൽ എതിരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിലേക്ക് വരും, അല്ലെങ്കിൽ എതിരായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിലേക്ക് വരും. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്.
അതായത് ഈ പേഴ്സണ്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഈ വ്യക്തി പരാജയപ്പെട്ടു പോവുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ ഈ പേഴ്സൺ വിചാരിക്കുമെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ വിഷമിച്ചൊക്കെയാണ്, ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ആ സാഹചര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്ക്, അതായത് എന്ത് കാര്യവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കാണ് ഈ വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ആൻഡ് റെജുവനേഷൻ കാർഡാണ് കാണിക്കുന്നത്. റെസ്റ്റ് ആൻഡ് റെജുവനേഷൻ, അതായത് ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി വളരെ സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട്, ഒരു പുരുഷനാണ്, പുരുഷൻ ഓർ സ്ത്രീ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്കത് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആത്മീയപരമായിട്ടുള്ള വഴിയിലൂടെ കടന്നു വരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആത്മീയതയിലേക്ക് കടന്നു വരാനും ആത്മീയമായിട്ട് ഉയരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് വാശി പിടിച്ചത് കൊണ്ടോ, ഒരുപാട് ധൃതി പിടിച്ചത് കൊണ്ടോ, ഒരുപാട് ദേഷ്യപ്പെട്ടത് കൊണ്ടോ ഒന്നും തന്നെ തനിക്ക് നേടാനില്ല. എല്ലാം ഒരു എന്താ പറയാ, സർവകാര്യങ്ങളും നേടിയെടുക്കേണ്ടത് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലായിരിക്കണം. ഒരു സമാധാനപരമായിട്ടും ഒരു സന്തോഷപരമായിട്ടും ഒരു സാവകാശപരമായിട്ടുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ നേടിയെടുക്കാൻ. ഇങ്ങനെയാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി ചിലപ്പോൾ ഒരുപാട് ധൃതി പിടിക്കുന്നുണ്ടാകാം, ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടാവാം, ദേഷ്യം തോന്നിക്കുന്നുണ്ടാകാം, ധൃതി കൂട്ടുന്നുണ്ടാകാം. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താണ് കാര്യം എന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി മെഡിറ്റേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സമാധാനം, സ്വസ്ഥം, അല്ലെങ്കിൽ ഒരു സന്തോഷം, സംതൃപ്തി, ഒരു മെഡിറ്റേഷൻ ചെയ്യുക, ഒരു ജ്ഞാനത്തിലേക്ക് പോവുക, സ്പിരിച്വൽ പ്രാക്ടീസസിലേക്ക് പോവുക, ആത്മീയമായിട്ട് ഉയരുക. ഈ ഒരു തലത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയാണ്, അതായത് അവസരങ്ങൾ ഒരിക്കലും, ചിലപ്പോൾ അവസരങ്ങൾ നമ്മളെ തേടി വരും അല്ലേ, പക്ഷെ ചില അവസരങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സൺ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് അവസരങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഈ വ്യക്തി വേണ്ടത്ര എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് വരുന്നത് പോലെ വരട്ടെ, സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത്, ഞാനാണ് ഇതിൽ മുൻകൈ എടുക്കേണ്ടത്, ഞാനാണ് മുന്നോട്ട് വരേണ്ടത്, ഞാനാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഞാനാണ് അവസരങ്ങൾക്ക് പിന്നാലെ തേടിപ്പോകേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ പ്രാക്ടീസസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമാധാനം, അറിവ്, സന്തോഷം ഇവയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ അവസരങ്ങൾ, എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയാണോ, അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അതുമായി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ആ അവസരങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാപ്പിനെസ് ആണ്.
സന്തോഷമാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് സന്തോഷം എന്താണ് എന്നുള്ളത് പലപ്പോഴും ഈ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും പിടിവാശി, ദേഷ്യം, വൈരാഗ്യം, ഞാനെന്ന ഭാവം, ഇങ്ങനെയുള്ള സ്വഭാവമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. സന്തോഷമാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എംപവർമെന്റ് ആണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നോക്കി കാണുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അത് വിശ്വാസം മാത്രമല്ല, അത് സത്യമാണ്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ഒരു ശാക്തീകരണത്തിന്റെ ഒരു ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിശക്തമായി തന്നെയാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തയായിട്ടുള്ള ഒരു വ്യക്തി, ശക്തയായിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു പുരുഷൻ, അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. നമുക്കിതൊരു ഫുൾ മൂൺ ആയിട്ട് പറയാം. പൂർണ്ണ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നും ലഭിക്കുന്ന ആ ഒരു എനർജി, അതായത് ഈ നിങ്ങളുടെ അടുത്ത് നിന്നും ഈ വ്യക്തിക്ക് ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു ഫുൾ പവറാണ്. ഒരു പൂർണ്ണ ചന്ദ്രന്റെ എനർജിയും ഒരു തൻ്റെടവുമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നിന്നും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസ്പിരേഷൻ ആണ്, മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്, മോട്ടിവേഷൻ ആണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ട്രസ്റ്റ് ആണ്, അതെ, വിശ്വാസമാണ് ഈ ഒരു ബന്ധത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും നിങ്ങൾ ഡൗട്ട് അടിക്കുന്നുണ്ടാകാം, ഇത് റിയാലിറ്റിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഏഞ്ചൽസ് പറയുന്നത് വിശ്വസിക്കാനാണ്. വിശ്വാസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. പലപ്പോഴും ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിലേക്കുള്ള ശ്രദ്ധ, ആ ഒരു ശ്രദ്ധ പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട, ഇപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മതിയായി എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. കാരണം എപ്പോഴാണ് അത് മാനിഫെസ്റ്റ് ആകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അത് മാനിഫെസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാം, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട്, ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റ് ബോക്സിൽ താങ്ക് യു 555 എന്ന് പറയുക. താങ്ക് യു 555 എന്ന് കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.